സോ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയ ടോപ്പിക്കാണ് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യൻ റെയിൽവേസ്. റെയിൽവേ എക്സാം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ റെയിൽവേയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അതിൽ വരുന്നതാണ്. അപ്പോ ഇന്ത്യൻ റെയിൽവേ ഇപ്പം ലോകത്തിലെ തന്നെ എംപ്ലോയീസിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 10 വരുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യൻ റെയിൽവേസിന്റെ തുടക്കം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു റെയിൽവേ സിസ്റ്റം, അതായത് ഒരു ഓർഗനൈസ്ഡ് രീതിയിലുള്ള റെയിൽവേ സിസ്റ്റം ഒക്കെ ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ചില പ്രൈവറ്റ് പാർട്ടീസിന്റെ കീഴിൽ ചില പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് റെയിൽവേ സിസ്റ്റംസ് ഒക്കെ ഓൾറെഡി ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 1830s തന്നെ നമ്മുടെ ചെന്നൈയില് ഇന്ത്യൻ റെയിൽവേ സിസ്റ്റം, ഇന്ത്യൻ റെയിൽവേ എന്ന് പറയാൻ പറ്റത്തില്ല, അത് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെയിൽവേയുടെ പ്രാകൃത രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയില് ഒരു ഓർഗനൈസ്ഡ് രൂപത്തില് ഒരു ഇന്ത്യൻ റെയിൽവേ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത് 1853 ഏപ്രിൽ 19 മുംബൈക്കും താനേക്കും ഇടയിൽ 34 കിലോമീറ്റർ ട്രെയിൻ ഓടിച്ചുകൊണ്ട് ലോർഡ് ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു റെയിൽവേ സിസ്റ്റം നിലവിൽ വരുന്നത്. 1853 ഏപ്രിൽ 16 മുംബൈ ആൻഡ് താനെ, മുംബൈക്കും താനേക്കും ഇടയിൽ 34 കിലോമീറ്റർ വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സിസ്റ്റം നിലവിൽ വരുന്നത്. അതായത് ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാസഞ്ചർ ട്രെയിൻ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതിനു മുമ്പ് റെയിൽവേ സിസ്റ്റംസ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു പാസഞ്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് റെയിൽവേ സിസ്റ്റം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് 1853 ഏപ്രിൽ 16 മുംബൈ ആൻഡ് താനെ. സോ ആ ഒരു ഡേറ്റ് ഒന്ന് നോക്കി നോക്കുക. പല പരീക്ഷകൾക്കും ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏതിനൊക്കെ ഇടയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ആൻഡ് താനെയാണ്. ഇനി ഇത് ആരാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് ഡൽഹൌസിയാണ്. അപ്പൊ ലോർഡ് ഡൽഹൌസിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്ത്യൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമ്മുടെ ഹിസ്റ്ററിയിലും ഇദ്ദേഹത്തിന് വളരെയധികം സ്ഥാനങ്ങളുണ്ട്. കാരണം ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്ന പേര് ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ്, അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല രൂപങ്ങൾ ഉണ്ടാക്കിയത് ഇദ്ദേഹം ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ് എന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഗ്രാഫ് ലൈനുകളും, അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പോസ്റ്റൽ സിസ്റ്റവും കൊണ്ടുവന്നത്. അപ്പൊ ഇന്ത്യൻ പോസ്റ്റിന്റെയും അതേപോലെ തന്നെ ഇന്ത്യൻ ടെലിഗ്രാഫിന്റെയും പൂർവികൻ ആരാണ്, അല്ലെങ്കിൽ അതിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ലോർഡ് ഡൽഹൌസി തന്നെയാണ്. കാരണം ഇതെല്ലാം ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പം ഇദ്ദേഹം കൊണ്ടുവന്നത് കേവലം എന്തല്ല, ഇന്ത്യൻ റെയിൽവേസ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ ടെലിഗ്രാഫും അതേപോലെ തന്നെ പോസ്റ്റൽ സിസ്റ്റവും എല്ലാം കൊണ്ടുവന്നതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, പോസ്റ്റൽ സിസ്റ്റവും അതേപോലെ തന്നെ ടെലിഗ്രാഫും എല്ലാം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കാലഘട്ടവും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക, ഒന്നൊരു റിലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കി വെച്ചേക്കാം. 1848 മുതൽ 1856 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലോർഡ് ഡൽഹൌസി ഈ ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഗ്രാഫ് സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 1852 അപ്പൊ വർഷങ്ങളെല്ലാം ഈ അടുത്തടുത്ത് കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. 1852 ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഗ്രാഫ് സിസ്റ്റം കൊണ്ടുവരുന്നത്. എന്നാൽ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ സ്ഥാപിക്കുന്നത് 1854 ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഗ്രാഫ് ലൈനുകൾ സ്ഥാപിക്കുന്നത് 1854 എവിടം മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കട്ട മുതൽ ആഗ്ര വരെ. ഇതും ഒന്ന് നോക്കി വെച്ചേക്കുക, കാരണം ഹിസ്റ്ററിക്കാരൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു കണക്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഗ്രാഫ് ലൈൻ കൊണ്ടുവരുന്നത്, ടെലിഗ്രാഫ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1852 ഒരു ടെലിഗ്രാഫ് ലൈൻ ആദ്യമായിട്ട് നിലവിൽ വരുന്നത് 1854 കൽക്കട്ട മുതൽ ആഗ്ര വരെ ഏകദേശം 900 കിലോമീറ്റർ ആണ്. 900 ആണോ 800 ആണോ ഒരു അത് നമ്മൾ ചോദിക്കത്തില്ല, 900 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 900 കിലോമീറ്ററോളം കൽക്കട്ടയ്ക്കും ആഗ്രയ്ക്കും ഇടയിലാണ് 1854 ആദ്യമായിട്ട് ഒരു എന്ത് കൊണ്ടുവരുന്നത്, ഈ ഒരു ടെലിഗ്രാഫ് ലൈൻ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ചതും ഇദ്ദേഹം തന്നെയാണ്. ഇന്ത്യ പോസ്റ്റ്, പോസ്റ്റൽ സിസ്റ്റം, ഇന്ന് കാണുന്ന ഇന്ത്യ പോസ്റ്റിന്റെ ആദ്യകാല രൂപം, ഇന്ത്യ പോസ്റ്റ് കൊണ്ടുവന്നതും ഈ പോസ്റ്റൽ സംവിധാനം കൊണ്ടുവന്നതും ഇദ്ദേഹം തന്നെയാണ്. അത് 1854 ഏപ്രിൽ 1 1854 ഏപ്രിൽ 1 ഈ ഒരു ഇന്ത്യൻ പോസ്റ്റൽ സിസ്റ്റം നിലവിൽ വരുന്നത്. ടെലിഗ്രാഫ് നിലവിൽ വരുന്നത് 1852 പോസ്റ്റൽ സംവിധാനം നിലവിൽ വരുന്നത് 1854 ഇവയ്ക്കിടയിൽ 1853 ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ
അതായത് റെയിൽവേ സ്റ്റേഷൻ ബൈ ഓൾ ഇറ്റ്സ് മീൻ. കാരണം നമുക്ക് ആദ്യമായിട്ട് മുംബൈക്കും താനേക്കും ഇടയിലാണ് വണ്ടി ഓടിയതെങ്കിലും ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിലവിൽ വരുന്നത് 1888-ലാണ്. 1888-ലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് കൊണ്ടുവരുന്നത്, ഒരു റെയിൽവേ സിസ്റ്റം അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരുന്നത്. ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ അത് നമുക്ക് നോക്കി വെച്ചേക്കുക, ബോറിബന്ദർ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളതാണ്. ബോറിബന്ദർ റെയിൽവേ സ്റ്റേഷൻ പിന്നീട് അത് വിക്ടോറിയ ടെർമിനസ് എന്ന പേരിൽ മാറ്റി. എന്നാൽ 1996 മുതൽ ഇപ്പോൾ അറിയപ്പെടുന്നത് ഛത്രപതി ശിവജി ടെർമിനസ് അഥവാ CST, മുംബൈ CST ഉണ്ടല്ലോ, അതാണ്. ഓക്കെ, മുംബൈ CST അല്ലെങ്കിൽ ഛത്രപതി ശിവജി ടെർമിനൽ മുംബൈ CST എന്ന പേരിലാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. 1996 മുതലാണ് CST ഛത്രപതി ശിവജി ടെർമിനൽ ഓക്കെ അതിന്റെ പിന്നെ അതായിട്ട് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോടെ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഈ ഛത്രപതി ശിവജി ടെർമിനൽ തന്നെയാണ് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. വെസ്റ്റേൺ റെയിൽവേയുടെയും ആസ്ഥാനം ഏത് തന്നെയാണ്? ഈ ഒരു ഇതാണ് മുംബൈ CST ആണ് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? കോൺസെപ്റ്റുകൾ മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? കോൺസെപ്റ്റുകൾ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആരംഭത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അടുത്ത ടോപ്പിക്കിനകത്തിലേക്ക് പോകുമ്പോൾ പിന്നീട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ട്രെയിൻ ആണ് ഫെയറി ക്യൂൺ എന്ന് പറയുന്ന ട്രെയിൻ. അതായത് ഒരു റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ള ഒരു ട്രെയിൻ ആണ് ഈ ഫെയറി ക്യൂൺ എന്ന് പറയുന്നത്. അതായത് ലോകത്ത് തന്നെ ഇപ്പോഴും സ്റ്റിൽ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ലോക്കോമോട്ടീവ് സംവിധാനമാണ് അല്ലെങ്കിൽ ട്രെയിൻ ആണ് ഫെയറി ക്യൂൺ എന്ന് പറയുന്നത്. അത് 1855 ബിൽഡ് ചെയ്ത ഒരു സ്റ്റീം ലോക്കോമോട്ടീവ് ആണ്. അതായത് ആവി യന്ത്രമാണ്, സ്റ്റീം ലോക്കോമോട്ടീവ് ആണ്. ഓക്കെ, ഒരു സ്റ്റീം ലോക്കോമോട്ടീവ് ആണ് എന്തെന്ന് പറയുന്നത് ഫെയറി ക്യൂൺ എന്ന് പറയുന്നത്. ഇത് റൺ ചെയ്യുന്നത് ന്യൂഡൽഹിക്കും ആൾവാറിനും ഇടയിൽ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇത് റൺ ചെയ്യുന്നത്. ഇത് 1972 ഇതിനെ നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ അസറ്റ് ആയിട്ട് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഓടുന്നതെന്ന് പറയുന്നത് ന്യൂഡൽഹിക്കും ആൾവാറിനും ഇടയിലാണ്. അതേപോലെ തന്നെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമാണ് ഇത് ഓടുന്നത്. 1972 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനെ ഒരു നാഷണൽ അസറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഫെയറി ക്യൂൺ എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് ചോദിക്കുന്നത്. ഫെയറി ക്യൂണിനെ കുറിച്ച് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഫെയറി ക്യൂണിനെ കുറിച്ചുള്ള കാര്യം ഒന്ന് നോക്കി വെച്ചേക്കുക. ഇത്രയും ഉള്ളൂ ആ ഒരു ഫെയറി ക്യൂൺ എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് റെയിൽവേ ബഡ്ജറ്റുകൾ എന്ന് പറയും. ഓക്കെ, റെയിൽവേ ബഡ്ജറ്റ് ഇമ്പോർട്ടന്റ് സാധനമാണ്. ഓക്കെ, റെയിൽവേ ബഡ്ജറ്റ്. അപ്പോ റെയിൽവേ ബഡ്ജറ്റ് ഇപ്പൊ ഇന്ത്യയില് ആദ്യകാലങ്ങളിൽ നമ്മുടെ ജനറൽ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരുന്നു റെയിൽവേ ബഡ്ജറ്റും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനകത്തേക്ക് നമുക്ക് വരാം. ഇന്ത്യയിൽ ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രിട്ടീഷുകാരുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ ഈ റെയിൽവേ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അത് ജനറൽ ബഡ്ജറ്റിന്റെ കൂടെ തന്നെ ആയിരുന്നു അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 1920-21 അപ്പോയിന്റ് ചെയ്ത ബ്രിട്ടീഷ് പാർലമെന്റ് അപ്പോയിന്റ് ചെയ്ത ആക്വർത്ത് കമ്മിറ്റി ഹെഡഡ് ബൈ സർ വില്യം ആക്വർത്ത്, ഒരു ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആണ്. അത് വില്യം ആക്വർത്ത് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ഹെഡഡ് ആയിട്ടുള്ള ആക്വർത്ത് കമ്മിറ്റി 1920-21 കാലഘട്ടത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ ബഡ്ജറ്റിൽ നിന്നും എന്തിനെ ബൈഫ്രിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, റെയിൽവേ ബഡ്ജറ്റിനെ ബൈഫ്രിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ജനറൽ ബഡ്ജറ്റിന്റെ കൂടെ തന്നെ ഈ ഒരു റെയിൽവേ ബഡ്ജറ്റും അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ റെയിൽവേ സമ്പ്രദായം, കാരണം അന്നത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് റെയിൽവേ ആയിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് വളരെയധികം അല്ലെങ്കിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന് വളരെയധികം ആവശ്യമുള്ള ഒന്നായിരുന്നു റെയിൽവേ എന്ന് പറയുന്നത്. അപ്പൊ റെയിൽവേയെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അല്ലെങ്കിൽ ജനറൽ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് നിർത്തുകയാണെങ്കിൽ കൂടുതൽ ഫോക്കസ് കിട്ടുകയില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്തു, ഏതാതിലേക്ക് മെർജ് ചെയ്യുകയാണ് ചെയ്തത്, ജനറൽ ബഡ്ജറ്റിൽ നിന്നും 1924 ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ 1924 മുതൽ റെയിൽവേ ബഡ്ജറ്റ് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. ഇനി അത് എന്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്വർത്ത് കമ്മിറ്റിയുടെ
റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊന്നും ഒന്ന് നോക്കി വെച്ചേക്കുക, കാരണം ചിലപ്പോൾ ചോദിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു ഇയർ നോക്കി വെച്ചേക്കുക, ഈ ആർക്കോർത്ത് കമ്മിറ്റി ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി ആദ്യമായിട്ട് നമ്മുടെ ഒരു ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ മത്തായി ആണ്. അദ്ദേഹം മലയാളിയാണ്. ഓക്കെ, ഇപ്പൊ ജോൺ മത്തായി ആണ് ആദ്യമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. പക്ഷെ അതൊരു ഇന്ററിം ബഡ്ജറ്റ് ആയിരുന്നു 20 നവംബർ 1947. എന്നാൽ 3 മാസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 24, 1948 അദ്ദേഹം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം മലയാളിയായിട്ടുള്ള വ്യക്തിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഇല്ല, ബാക്കി ആ ഒരു ഫസ്റ്റ് ഗവൺമെന്റിന്റെ ഒക്കെ ആ ഒരു കാര്യം പഠിക്കുമ്പോൾ, ഫസ്റ്റ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒക്കെ കാര്യം പഠിക്കുമ്പോൾ ജോൺ മത്തായിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പോകുന്നില്ല. എന്നാൽ ഇനി ഈ ഒരു ആദ്യമായിട്ട് ഒരു TV ഇതിനകത്തൂടെ നമുക്കറിയാം, ഇപ്പോഴത്തുള്ള ബഡ്ജറ്റ് സെഷൻസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ലോക്സഭാ ടിവിയിലൂടെ അല്ലെങ്കിൽ രാജ്യസഭാ ടിവിയിലൂടെയോ ലൈവായിട്ട് അല്ലെങ്കിൽ ദൂരദർശനിലൂടെയൊക്കെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ബഡ്ജറ്റ് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തത് 1994 മാർച്ച് 24 അപ്പൊ ആ ഒരു ഡേറ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. 1994 മാർച്ച് 24 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു റെയിൽവേ ബഡ്ജറ്റ് ലൈവ് ടെലികാസ്റ്റിന് വിധേയമാകുന്നത്. അന്ന് ദൂരദർശൻ വഴിയാണത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ലാലു പ്രസാദ് യാദവ് ആണ്. അച്ഛൻ ഇപ്പോൾ ജയിലിനകത്ത് കിടക്കുവാണ്. എങ്കിലും ആദ്യമായിട്ട് ഒരു റെയിൽവേ ബഡ്ജറ്റ്, ഏറ്റവും കൂടുതൽ കാലം റെയിൽവേ ബഡ്ജറ്റ് 2004 മുതൽ 2009 വരെയുള്ള 6 കൊല്ലക്കാലമാണ് അദ്ദേഹം ഇന്ത്യയിൽ ഒരേ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 6 ടേമുകളിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ കോൺസിക്യൂട്ടീവ് ആയിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ലാലു പ്രസാദ് യാദവ് ആണ്. അതിനുശേഷം പിന്നീട് സെക്കൻഡ് UPA ഗവൺമെന്റ് അപ്പോഴത്തേക്ക് നിലവിൽ വന്നു. സെക്കൻഡ് UPA ഗവൺമെന്റിൽ പിന്നീട് മമതാ ബാനർജി ആയിരുന്നു റെയിൽവേ മിനിസ്റ്റർ ആയിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് അതേപോലെ തന്നെ ഏക വനിത, അതായത് റെയിൽവേ മിനിസ്റ്റർ ആയിട്ട് ഇരുന്നു കൊണ്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഏക വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള, ഇപ്പോഴത്തെ പ്രസന്റ് ബംഗാൾ മുഖ്യമന്ത്രി, വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയാണ്, ദീദിയാണ്. അപ്പം അവർക്കൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മുന്നണികളുടെ അല്ലെങ്കിൽ 2 കോവാലിഷൻ ഗവൺമെന്റുകളുടെ ഭാഗമായിട്ടിരുന്ന് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരേ ഒരു വ്യക്തിയാണ് പുള്ളിക്കാരി. കാരണം 2000 പുള്ളിക്കാരി ആദ്യമായിട്ട് ഈ റെയിൽവേ മിനിസ്റ്ററായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പുള്ളിക്കാരി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നു. പിന്നീട് 2009 ആ ഒരു കാലഘട്ടത്തില് ലാലു പ്രസാദ് യാദവ് ഇറങ്ങിയതിനു ശേഷം 2010 മുതൽ അവരെ UPA ഗവൺമെന്റ്, കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UPA ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നു. അപ്പൊ 2 ഡിഫറെന്റ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന 2 മുന്നണികളുടെ ഭാഗമായിട്ട് നിന്ന് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരേ ഒരു വ്യക്തിയും ശ്രീമതി മമതാ ബാനർജിയാണ്. ഓക്കെ, പിന്നീട് 2016 സെൻട്രൽ ഗവൺമെന്റിന്റെ പാർലമെന്റില് പ്രത്യേക നിയമം കൊണ്ടുവന്നിട്ട് ഈ റെയിൽവേ ബഡ്ജറ്റിനെ വീണ്ടും ജനറൽ ബഡ്ജറ്റുമായിട്ട് ലയിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2016 അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ശ്രീ സുരേഷ് പ്രഭുവാണ് അവസാനമായിട്ട് 2016 അവസാനമായിട്ട് എന്ത് അവതരിപ്പിച്ചത്? റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ സുരേഷ് പ്രഭുവാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? റെയിൽവേ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. കാരണം അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പക്കയാണോ? ഇനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടി? ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഇതിനകത്ത് പറയാത്ത 2-3 കാര്യങ്ങളും കൂടി നമുക്ക് ഇതിനകത്ത് പറയാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് സ്ഥിരം പരീക്ഷകൾക്ക് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്ന് നമുക്ക് ചോദിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് ബറോഡ ഹൗസ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ് ബറോഡ ഹൗസ്. ബറോഡ ഹൗസ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ക്യാപിറ്റൽ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ബറോഡ ഹൗസ് ആണ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ന്യൂഡൽഹി. ഓക്കെ. ഇനി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു റെയിൽവേ ആക്ട് നിലവിൽ വന്നത് 1890 ഇന്ത്യൻ റെയിൽവേ ആക്ട് ആണ്. എന്താണ്? ഇന്ത്യൻ റെയിൽവേ ആക്ട് ആണ്
റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ പാസ്സാക്കപ്പെടും, ഇന്ത്യയിലല്ല ആക്ച്വലി അത് ബ്രിട്ടീഷ് പാർലമെന്റിലാണ് പാസ്സാക്കപ്പെട്ടത്. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു സബ് കോണ്ടിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ട ആദ്യത്തെ റെയിൽവേ ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ആക്ട് ഓഫ് 1890 ആണ്. ഇനി ഇത് എന്നാണ് അമെന്റ്മെന്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് അമെന്റ് ചെയ്തത് 2024 ഒരു അമെന്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അത് അറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ അമെന്റ്മെന്റ് ആക്ട് എന്നാണ്. ഇന്ത്യൻ റെയിൽവേ ബ്രാക്കറ്റില് അമെന്റ്മെന്റ് ആക്ട് എന്നാണ് 2004 അമെന്റ്മെന്റ് ആക്ട് അറിയപ്പെടുന്നത്. ഇനി അതേപോലെ തന്നെ 1989 ഒരു അമെന്റ്മെന്റ് ആക്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം മൊത്തം 3 അമെന്റ്മെന്റ്, 2 അമെന്റ്മെന്റുകളാണ്. 1989 ഒരു അമെന്റ്മെന്റ് ഉണ്ട്, 2004 അമെന്റ്മെന്റ് ഉണ്ട്. വർഷങ്ങൾ മാത്രം നമ്മൾ നോക്കി വെച്ചിരുന്നാൽ മതി. ഇനി ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് ദേശസാൽക്കരിച്ചത്, അതായത് നാഷണലൈസ് ചെയ്തത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്തത് 1951 എന്താണ്? 1951 ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്തത്. എന്താണ് നാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ? എന്താണ് നാഷണലൈസേഷൻ? വാട്ട് ഡു യു മീൻ ബൈ നാഷണലൈസേഷൻ? എന്താണ് നാഷണലൈസേഷൻ? ആർക്കെങ്കിലും അറിയാമോ എന്താണ് നാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ. പ്രൈവറ്റ് പാർട്ടീസിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങളെ എന്ത് ചെയ്യുക? ഗവൺമെന്റ് ഏറ്റെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? അതിന്റെ മൊത്തം നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ ആര് ഏറ്റെടുത്തേക്കും? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തേക്കുവാണ്. അതിനെയാണ് നമ്മൾ നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് ഒരുപാട് സ്ഥാപനങ്ങളെ നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം നാഷണലൈസ് ചെയ്ത സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു റിസർവ് ബാങ്ക്. 1949 റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം 1951 ഇന്ത്യൻ റെയിൽവേസിനെ നാഷണലൈസ് ചെയ്തു. ഏറ്റവും വലിയ നാഷണലൈസേഷനുകളിൽ ഒന്നായിരുന്നു ബാങ്ക് നാഷണലൈസേഷൻ. 1969 14 ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. പിന്നീട് വന്നു നാഷണലൈസ് ചെയ്തത് 1980 നാഷണലൈസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബാങ്ക് നാഷണലൈസേഷൻ. ആദ്യമായിട്ട് പിന്നീട് 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തു. അന്ന് ഇമ്പീരിയൽ ബാങ്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് പിന്നീട് 1955 നാഷണലൈസ് ചെയ്തു. ഇതെല്ലാം നിങ്ങൾ ആ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഇയേഴ്സ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കണേ. കാരണം വെച്ചാൽ അത് പലപ്പോഴും പരീക്ഷകൾ കഴിഞ്ഞ റെയിൽവേ എക്സാംസിനൊക്കെ അത് ചോദിച്ചിട്ടുള്ളതാണ്. നാഷണലൈസേഷൻ നടന്ന വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നബാർഡ് ഫോം ചെയ്ത വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. SBI നാഷണലൈസ് ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് ബാങ്ക് നാഷണലൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. ഏതോ ഒരു റെയിൽവേ എക്സാംസിന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആ വർഷങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. അപ്പൊ റെയിൽവേയുടെ കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും അതിന്റെ കൂടെ അനുബന്ധമായിട്ട് അതുമായിട്ട് ബന്ധമില്ലെങ്കിലും ചില കാര്യങ്ങളും കൂടെ അങ്ങ് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അത് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയുമാണ് റെയിൽവേ നാഷണലൈസേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. 1951 ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്യുന്നത്. പിന്നീട് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം NDA ഗവൺമെന്റ് വന്നതിന് ശേഷം NDA 1.0 2.0 എല്ലാം ഇതിനെ പ്രൈവറ്റ് പാർട്ടീസിനെ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള സെക്ടേഴ്സിനകത്ത് നടന്നതുപോലെ അപ്പൊ ഈസിയായിട്ട് അതിനകത്ത് നടന്നിട്ടില്ല. ഇപ്പോൾ സ്റ്റിൽ ഇന്ത്യൻ റെയിൽവേസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ചില ഭാഗങ്ങൾ മാത്രം ലീസിന് വല്ലതും വിട്ടുകൊടുത്തേക്കുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ഗവൺമെന്റ് കൺട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വലുതായിട്ട് ശ്രമിച്ചിട്ടില്ല. കാരണം അത് ഒരുപാട് ദൂരവ്യാപകമായിട്ടുള്ള ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് അതിന് ഇതുമായിട്ട് മുതിർന്നിട്ടില്ല. ഓക്കെ, പൊളിറ്റിക്സ്. ഓക്കെ, അപ്പം ഇതിനകത്തേക്ക് നോക്കുക. അപ്പൊ നാഷണലൈസ് ചെയ്ത കൊല്ലം 1951 ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്യുന്നത്. അതിനൊന്നല്ല, മൊത്തത്തിൽ നാഷണലൈസ് ചെയ്ത അന്നാണ്. ഇപ്പോഴും സ്റ്റിൽ മെജോറിറ്റി ഷെയറും ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് നോക്കാം ഇന്ത്യൻ റെയിൽവേസിൽ ആദ്യമായിട്ട് നടന്ന ചില വർഷങ്ങൾ, അല്ലെങ്കിൽ ആദ്യമായിട്ട് നടന്ന ചില ചില കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോ ഇന്ത്യയില് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ റെയിൽവേസിൽ ടോയ്ലറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. നമുക്ക് ട്രെയിനിൽ കയറുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തുണ്ട്? ടോയ്ലറ്റ് സിസ്റ്റം ഉണ്ട്, അല്ലെ? ഇപ്പം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബയോ ടോയ്ലറ്റ് സിസ്റ്റംസ് ആണ്. നേരത്തെ ആയിരുന്നു എങ്കിൽ ട്രാക്കിലേക്ക് നേരെ പോകുന്ന രീതിയിലായിരുന്നു നേരത്തെയുള്ള ടോയ്ലറ്റ് സിസ്റ്റം ഒക്കെ. ഇപ്പൊ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായിട്ട് ടോയ്ലറ്റ് സിസ്റ്റം വന്നത് 1909 അതായത് ഏകദേശം കൃത്യമായിട്ട് പറയുകയാണ് എങ്കിൽ ഏകദേശം 56 കൊല്ലങ്ങൾക്ക് ശേഷം, അതായത് ഇന്ത്യൻ റെയിൽവേ ഫോം ചെയ്തതിന് ശേഷം ഒരു 56 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ റെയിൽവേസിൽ ആദ്യമായിട്ട് ഒരു ടോയ്ലറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യൻ റെയിൽവേ നാഷണലൈസ് ചെയ്ത വർഷം 1951 ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു റെയിൽവേ സിസ്റ്റം നിലവിൽ വന്നത്. ഓക്കെ, അതായത്
ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ളതല്ല, ഒരു പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആദ്യമായിട്ട് ഒരു റെയിൽവേ സിസ്റ്റം നിലവിൽ വന്നത് ഇന്ത്യ റെഡ് ഹിൽ റെയിൽവേസ് ആണ് 1937. നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലെ മദ്രാസിനെയും ചിന്താദ്രിപേട്ട് ബ്രിഡ്ജിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റെയിൽവേ സംവിധാനം ഉണ്ടായിരുന്നു. അത് തികച്ചും ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതായിരുന്നു, പാസഞ്ചർ ട്രാൻസ്പോർട്ട് അല്ല. അപ്പൊ പകരം എന്താണ്, ഗുഡ്സ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു റെയിൽവേ സിസ്റ്റം ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ റെയിൽവേ ലോക്കോമോട്ടീവ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. ഈ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ വാഗൺ അല്ലെങ്കിൽ റെയിൽവേ പാസഞ്ചർ ട്രെയിന് ഒരു 14 വാഗൺ സിസ്റ്റം ആയിരുന്നു. ആദ്യമായിട്ട് യാത്ര ചെയ്ത യാത്രക്കാരുടെ എണ്ണം മൊത്തം 400 യാത്രക്കാരെയും വഹിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് പാസഞ്ചർ ട്രെയിൻ ഓട്ടിച്ചത് 1853. 14 വാഗൺ സിസ്റ്റം ആയിരുന്നു, 400 പാസഞ്ചേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, 400 പാസഞ്ചേഴ്സ്. അപ്പം ആ 14 വാഗൺസിനെ വലിക്കാൻ വേണ്ടിയിട്ട് മൊത്തം 3 എഞ്ചിനുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ എഞ്ചിനുകളുടെ പേരെന്ന് പഠിച്ചു വെച്ചേക്കുക സാഹിബ് സിന്ധ് സുൽത്താൻ. SSS 3 പഠിച്ചു വെച്ചേക്കുക, സാഹിബ് സിന്ധ് സുൽത്താൻ. ഈ 3 എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യത്തെ ട്രെയിനിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യിപ്പിച്ചത്. ഓക്കെ, ഇനി ഇതിനകത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സിസ്റ്റം എവിടെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ്, ന്യൂഡൽഹി സെൻട്രൽ സ്റ്റേഷനിലാണ് 1986 ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സിസ്റ്റം വരുന്നത്. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെല്ലാം പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ ആണ് അല്ലെ. അവര് കമ്പ്യൂട്ടറാണ് കാര്യങ്ങളെല്ലാം ഫീഡ് ചെയ്യുന്നത്, അതിന് മുമ്പ് മാനുവൽ ആയിട്ടുള്ളതായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സിസ്റ്റം ആരംഭിക്കുന്നത് 1986 എന്നാണ്. 1986 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സിസ്റ്റം നമുക്ക് നിലവിൽ വരുന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് ബേസ്ഡ് റിസർവേഷൻ സിസ്റ്റം, നമ്മളിപ്പോൾ IRCTCയിലെ മറ്റുമൊക്കെ സൈറ്റിൽ കയറി നമ്മൾ ഇന്റർനെറ്റ് റിസർവേഷൻ നടത്തും അല്ലെ. നമുക്ക് അവിടെ കൗണ്ടറിൽ നമുക്ക് ചെന്ന് ചെയ്യേണ്ട കാര്യമില്ല, വീട്ടിൽ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസർവേഷൻ ചെയ്യാം. പക്ഷെ ആദ്യമായിട്ട് അത്തരത്തിലുള്ള ഇന്റർനെറ്റ് റിസർവേഷൻ സിസ്റ്റം കൊണ്ടുവന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2002 ഓഗസ്റ്റ് 3 എന്നാൽ ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം, റെയിൽവേ ട്രാവലുകൾക്ക് ക്രെഡിറ്റ് അടിസ്ഥാനത്തിൽ ക്രെഡിറ്റുകൾ നൽകി തുടങ്ങിയത് 1999. ഇന്ത്യൻ റെയിൽവേസിൽ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം നിലവിൽ വന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സിസ്റ്റം, ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം എന്നല്ല, കുറച്ചും കൂടെ നല്ലത് ക്രെഡിറ്റ് സിസ്റ്റം നിലവിൽ വന്നത് 1999. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ എനേബിൾഡ് റെയിൽവേ സ്റ്റേഷൻ, അതായത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ഫ്രീ ആയിട്ടുള്ള ഫസ്റ്റ് വൈഫൈ എനേബിൾഡ് റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കായിട്ട് പബ്ലിക് യൂസിന് തുറന്നു കൊടുത്തത് മുംബൈ സെൻട്രലിലാണ് 2016. അതിന് മുമ്പ് ബാംഗ്ലൂർ കമ്പൈൻഡ് ഓർഡർ സ്റ്റേഷൻ ഉണ്ടല്ലോ, ബാംഗ്ലൂർ KSRലായിരുന്നു പൈലറ്റ് അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത്. ബാംഗ്ലൂരിലായിരുന്നു 2014. അത് UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലായിരുന്നു. പിന്നീട് അതിനുശേഷം ഭരണം മാറിയപ്പോൾ 2016 മുംബൈ സെൻട്രലിലാണ് പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക്, പൂർണ്ണമായിട്ടും പരീക്ഷണാടിസ്ഥാനത്തിലല്ലാതെ പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത ആദ്യത്തെ വൈഫൈ എനേബിൾഡ് റെയിൽവേ സ്റ്റേഷൻ. നമുക്കറിയാം, ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോഴത്തേക്ക് 1/2 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫോണിൽ നമുക്ക് അവിടുത്തെ വൈഫൈ നമുക്ക് ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഓരോ മണിക്കൂറിനും 25 രൂപ എങ്ങാണ്ട് നമുക്ക് കൊടുക്കണമെന്ന് തോന്നും. ഓക്കെ, അപ്പോ ആദ്യത്തെ വൈഫൈ എനേബിൾഡ് സ്റ്റേഷൻ നിലവിൽ വന്നത്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കുള്ള വൈഫൈ സംവിധാനം ആദ്യമായിട്ട് ഒരു പബ്ലിക് ഇതില് ഏർപ്പെടുത്തിയ ഇതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ സെൻട്രലാണ്, അല്ലെങ്കിൽ മുംബൈ CST ആണ് 2016. ഇത് ആരുമായിട്ട് ചേർന്നാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വാണിജ്യ വിഭാഗമുണ്ട്, റെയിൽ ടെൽ എന്ന് പറയും. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വാണിജ്യ വിഭാഗമാണ് റെയിൽ ടെൽ. ഓക്കെ, റെയിൽ ടെൽ അതായത് ഇന്ത്യൻ റെയിൽവേ മുഖേനയുള്ള കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ, അതായത് ഇന്റർനെറ്റ് അടക്കമുള്ള കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്, PSU ആണ് റെയിൽ ടെൽ എന്ന് പറയും. ഈ റെയിൽ ടെല്ലും അതിന്റെ കൂടെ തന്നെ ഗൂഗിളും കൂടി ചേർന്നിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 2016 പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് വൈഫൈ സിസ്റ്റം തുറന്നു കൊടുത്തത്. ഓക്കെ, പക്ഷെ ഇപ്പം ഗൂഗിൾ അതിന്റെ ഭാഗമല്ല, ഇപ്പോൾ റെയിൽ ടെൽ മാത്രമാണ്, ഗൂഗിൾ അതിന്റെ ഭാഗമല്ല. അപ്പൊ ഈ റെയിൽ ടെൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയം ഉണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിലൊക്കെ വരുന്ന ഇന്റർനെറ്റ് ഏഷ്യാനെറ്റിന്റെ അല്ല, പകരം ഈ കേരള വിഷന്റെ ഒക്കെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിൽ അതിന്റെ ISP അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് റെയിൽ ടെല്ലാണ്. അവരാണ് അതിനകത്ത് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ വിതരണക്കാർ മാത്രമാണ് കേരള വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ കേരള വിഷന്റെ ഒക്കെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സർവീസ് പ്രൊവൈഡർ റെയിൽ ടെല്ലാണ്.
അത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്, ഇന്ത്യൻ റെയിൽവേസിന്റെ കീഴിൽ വരുന്ന ഒന്നാണ്. ഇപ്പോൾ ഗൂഗിൾ അതിന്റെ ഭാഗമല്ല. ഗൂഗിൾ ആ ഒരു കൺസോർഷ്യത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. അതിന് പകരം ഇപ്പോൾ റെയിൽടെൽ മാത്രമാണ് ആ ഒരു ഇന്റർനെറ്റ് സേവനം നൽകുന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് CCTV മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷേർ-ഇ പഞ്ചാബ് ആണ്. April 8, 2016 ഓക്കെ, ഷേർ-ഇ പഞ്ചാബ് എന്ന് പറയുന്ന ട്രെയിനിലാണ് ആദ്യമായിട്ട് CCTV ഫംഗ്ഷൻ ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇന്ത്യൻ റെയിൽവേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കും. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഇന്ത്യൻ റെയിൽവേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഒരു ഇത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ചില റെക്കോർഡുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിലുള്ളത് നമ്മളുടെ ഇന്ത്യയിലാണ്. ലോങ്ങസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണെന്നറിയാവോ ആർക്കെങ്കിലും? ലോങ്ങസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണെന്നറിയാവോ? ഇന്ത്യയിലാണ്. ഏത് ഇവിടെന്നറിയാവോ ആർക്കെങ്കിലും? സ്ഥിരം പരീക്ഷയിൽ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കർണാടകയിലല്ല, കർണാടകയിൽ ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ. കൊല്ലം അത് ഇന്ത്യയിലെ രണ്ടാമത്തെയാണ്. കർണാടകയിൽ വന്നിട്ടില്ല. കർണാടകയിൽ പിന്നെ ഇതായിട്ടും ഇതായിട്ടില്ല. ഏതാണ്? പെട്ടെന്ന് ഖരഗ്പൂർ ആണോ? ഖരഗ്പൂരും കൂടെ തിരിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. ഖരഗ്പൂറും വേറൊരു സാധനം കൂടെ. ഓക്കെ. ഇപ്പൊ ലോങ്ങസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ മിസ്റ്റേക്ക് വന്നു. ഓക്കെ, ലോങ്ങസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം മുമ്പ് വരെ ഏതായിരുന്നു? ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. കുറച്ചു കാലം മുമ്പ് വരെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം. ഏകദേശം 1.376 കിലോമീറ്റർ ആയിരുന്നു. 1.366 കിലോമീറ്റർ ആയിട്ടുണ്ടായിരുന്ന ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ, ഗോരഖ്പൂർ റെയിൽവേ പ്ലാറ്റ്ഫോം ആയിരുന്നു 1366 മീറ്റർ ആയിരുന്നു നീളം. അതായത് 1.3666 കിലോമീറ്റർ ആയിരുന്നു നീളം. എന്നാൽ ഈ റീസെന്റ് ആയിട്ട് 2023 തോന്നുന്നു കർണാടകയിലെ ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷൻ, അതായത് ഹൂബ്ലി എന്നാണ് അവരുടെ ആ ലോക്കൽ ലാംഗ്വേജ് പറയുന്നത്, ഹൂബ്ലി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ കർണാടകയിലെ ഹൂബ്ലി റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ നിലവിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഹൂബ്ലി റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം 1507 മീറ്റർ ആണ് അതിന്റെ നീളം. എന്നാൽ മൂന്നാം സ്ഥാനത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വന്തം നാടായിട്ടുള്ള കൊല്ലത്ത് തന്നെയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ്. അവിടെയാണ് അവിടുത്തെ സ്റ്റേഷൻ നീളം എന്ന് പറയുന്നത് 1160.6 മീറ്റർ, 1160.6 മീറ്റർ നീളമുള്ള കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം. കൊല്ലം പ്രൊസൈഡായിട്ട് പറയുവാണെങ്കിൽ 1A പ്ലാറ്റ്ഫോം. അവിടുത്തെ 1A പ്ലാറ്റ്ഫോം ആണ്. അതായത് നമ്മുടെ തെങ്കാശി ചെങ്കോട്ട പോകുന്ന റൂട്ട്, കൊല്ലത്ത് നിന്ന് ചെങ്കോട്ട പോകുന്ന ട്രെയിനുകൾ വന്ന് കിടക്കുന്ന 1A പ്ലാറ്റ്ഫോം ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ. കേരളത്തിലെ ഏറ്റവും വലിയ ഏതാണെന്ന് ചോദിച്ചാലും അത് തന്നെയാണ്. ഓക്കെ, നേരത്തെ ഇതുണ്ടായിരുന്നു നമ്മുടെ എന്തായിരുന്നു ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ, ഷൊർണൂരായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഒരുപാട് കൊല്ലമായി. ഏകദേശം ഒരു 10 കൊല്ലത്തിന് മുകളിലോട്ടായെന്ന് തോന്നുന്നു. ഇത്രയുമാണ് അതിനെക്കുറിച്ച്, അതായത് ഇന്ത്യയുടെ ആ ഒരു റെക്കോർഡുകളെ കുറിച്ച് നമ്മൾ പറയുകയാണ് എങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോടെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ശരി, ലീവ് ചെയ്തോളൂ.